നമസ്കാരം. ഇന്നിപ്പോൾ എൻ്റെ കൂടെയുള്ളത് രശ്മിയമ്മായിയാണ്. ഈ സദ്യ സ്റ്റൈൽ വിഭവങ്ങൾ എന്ന് പറയുമ്പോഴേ നമ്മൾ വിഷു പ്രമാണിച്ച് എല്ലാവരും പ്രതീക്ഷിക്കുക അത് തന്നെയാണ്. പക്ഷെ ഞാനിപ്പോൾ ചാനൽ തുടങ്ങിയിട്ട് ഏകദേശം 6 വർഷത്തോളമായി. അപ്പം ഞാൻ ഇനി കാണിക്കാത്ത സദ്യ വിഭവങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ വിരളാണ്. പായസം മാത്രമാണ് അതിൽ നമുക്ക് ഒന്ന് മാറ്റി പിടിക്കാൻ പറ്റുള്ളൂ. ബാക്കി ഇപ്പോൾ സാമ്പാർ തന്നെ എനിക്ക് തോന്നുന്നു ഒരു 5-6 തരം വറുത്തരച്ചത്, വറുത്തരയ്ക്കാത്തത്, പരിപ്പില്ലാത്തത് അങ്ങനെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഓരോന്നും അതിലെനിക്ക് ഏറ്റവും സന്തോഷമുള്ളത് എൻ്റെ സദ്യ സ്റ്റൈൽ ആയിട്ടുള്ള വിഭവങ്ങളാണ്. മിക്കവാറും ഒരു 4-5 എണ്ണം 1 മില്യൺ വ്യൂസ് കഴിഞ്ഞിട്ടുള്ളത്. അതിന് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പം ഞാൻ തന്നെ എൻ്റെ മുഖം തന്നെ നിങ്ങൾ കണ്ടു മടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് പായസം നമ്മൾ ആനന്ദേട്ടനെ കൊണ്ട് ചെയ്യിച്ചു. ആ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ എൻ്റെ കൂടെ ഉള്ളത് രശ്മി അമ്മായിയാണ്. അമ്മായിയാണ് ഇപ്പോൾ ഇങ്ങനെ കണിക്കൊന്നയുടെ ഈ ഒരു നിറമുള്ള സെറ്റുമുണ്ട കൊടുത്ത് നിൽക്കണ കാണുമ്പോൾ തന്നെ മനസ്സിലാവും എന്തായാലും ഒരു വിഷു വിഭവമായിരിക്കും. അപ്പം അമ്മായി പറഞ്ഞോളൂ എന്താണെന്നുള്ളത്. ഞാനിവിടെ ഉണ്ടാക്കുന്നത് ചക്ക കൊണ്ടൊരു അവിയലാണ്. നമ്മൾ സാധാരണ സദ്യക്ക് എല്ലാത്തരം പച്ചക്കറികൾ ഉപയോഗിച്ചുള്ള അവിയലാണ് ഉണ്ടാക്കുക. പക്ഷെ ഞങ്ങളുടെ ഇല്ലത്തൊക്കെ വർഷങ്ങളായിട്ട് ഈ വിഷു സീസണിൽ ചക്ക ഉണ്ടാവണ കാരണം ചക്ക വെച്ചിട്ടുള്ള അവിയലാണ്. എൻ്റെ മുത്തശ്ശിയൊക്കെ സ്ഥിരം അങ്ങനെയാണ് ഉണ്ടാക്കി കണ്ടേക്കണത്. നമ്മൾ ഉണ്ടാക്കണതും ഒരു ചക്ക കൊണ്ടൊരു അവിയലാണ്. അപ്പോൾ ഈ വിഷു എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ചും കുറച്ച് വിഭവങ്ങളല്ലേ നമ്മൾ ചെയ്യുള്ളൂ. സീസണൽ ആയിട്ടുള്ള വിഭവങ്ങൾ കൊണ്ടാണ് സാധാരണ വിഷുവിന്റെ സദ്യ ഉണ്ടാവുക. ചക്ക കൊണ്ട് ഇടിയൻ ചക്ക തോരൻ, ചക്ക കൊണ്ട് അവിയൽ, എരിശ്ശേരി അങ്ങനെ എല്ലാം ഉണ്ടാക്കാറുണ്ട്. അന്നത്തെ ദിവസം സാധാരണ പുറത്തുനിന്ന് മേടിക്കുന്ന പച്ചക്കറികൾ കൊണ്ട് കുറവാണ് ഉണ്ടാക്കല്. ഞങ്ങളുടെ ഇല്ലത്തൊക്കെ അങ്ങനെയാണ് പതിവുണ്ടായിരുന്നത്. അപ്പോൾ കൂടുതൽ പറഞ്ഞ് നമുക്ക് ബോറടിപ്പിക്കേണ്ട, അമ്മായിയുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ചക്ക അവിയൽ കാണാം. അതെന്താണ് വ്യത്യസ്തമാവണേന്നുള്ളത് നിങ്ങൾ തന്നെ നോക്കിയിട്ട് കമൻറ്റ് ചെയ്യൂ കേട്ടോ. അപ്പോൾ ചക്ക അവിയലിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നത് നല്ലോണം മൂത്ത ചക്ക നീളത്തിൽ അരിഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചത് 2 കപ്പ് വേണം. പിന്നെ വേണ്ടത് ചക്കക്കുരുവാണ്. ചക്കക്കുരു തൊലിയൊക്കെ കളഞ്ഞ് അതിൻ്റെ ചുമന്ന തൊലി കളയരുത്, അത് കളഞ്ഞ് നീളത്തിൽ അരിഞ്ഞത് ഒരു 5-6 എണ്ണം മതി. ചക്കയുടെ അതേ അളവിൽ ചക്കക്കുരു എടുക്കൂല, കുറച്ച് ചക്കക്കുരു മാത്രമേ എടുക്കുകയുള്ളൂ. പിന്നെ വേണ്ടത് മാങ്ങ ഒരു ആവറേജ് സൈസുള്ളൊരു മാങ്ങ, പുളിയുള്ള മാങ്ങ, അത് നീളത്തിൽ അരിഞ്ഞത്. അത് പുളി കുറവാണെങ്കിൽ ഇത്തിരി വലിയ മാങ്ങ എടുക്കേണ്ടി വരും. ഇതിപ്പോൾ അത്യാവശ്യം നല്ല പുളിയുള്ള മാങ്ങ ആയതുകൊണ്ട് ഒരു ചെറിയ സൈസ് മാങ്ങ. പിന്നെ വേണ്ടത് അരപ്പിനുള്ള തേങ്ങ, അതൊരു ചെറിയ മുറി തേങ്ങയാണ്, അരമുറി തേങ്ങയാണ് ചിരകിയത്. പിന്നെ കുറച്ച് ജീരകം അരയ്ക്കാൻ വേണ്ടിയിട്ട്, കറിവേപ്പില, പച്ചമുളക്, ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ചക്ക ഇട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും ഇടുക. എന്നിട്ട് കുറച്ച് വെള്ളം, അധികം വെള്ളം ഒഴിക്കാനേ പാടില്ല, കുറച്ച് വെള്ളം ഇത് ഒഴിക്കുക. എന്നിട്ട് കുറച്ച് ഉപ്പും ഇടുക, പാകത്തിനുള്ള ഉപ്പും ഇട്ടിട്ട് ലേശം വെളിച്ചെണ്ണയും നമ്മൾ ഒഴിച്ചുവിടണം. എന്നിട്ടിത് അടച്ച് വെച്ച് വേവാൻ വെക്കണം. വെള്ളം കുറച്ച് ഒഴിക്കാൻ പാടുള്ളൂ, കൂടുതൽ വെള്ളം ഒഴിക്കാനേ പാടില്ല, അങ്ങനെ കുഴഞ്ഞാകെ ഇതായിപ്പോവും. ചക്ക ഒരുവിധം വേവായിട്ടുണ്ട്. ഇനി നമ്മൾ നുറുക്കി വെച്ചേക്കണത് മാങ്ങ നീളത്തിലരിഞ്ഞത്. സാധാരണ അവിയലിന് മോരോ പുളിയോ ആണ് ചേർക്കണേ. പക്ഷെ നമ്മളിപ്പോൾ ഈ വിഷുവിൻ്റെ സമയം മാങ്ങയുടെ സമയം ആയതുകൊണ്ട് മാങ്ങയാണ് ചേർക്കുന്നത്, നല്ല പുളിയുള്ള മാങ്ങ. അതിൻ്റെ കൂടെ ചക്കക്കുരുവും ചേർക്കണം. ചക്കക്കുരു ഇതിൻ്റെ കൂടെ ഇട്ട് വേവിച്ചാൽ രണ്ടും 2 വേവായതുകൊണ്ട് ഞാൻ കുക്കറിൽ നമ്മളൊന്ന് ജസ്റ്റ് 2-3 വിസിലടിച്ച ചക്കക്കുരു വേവിച്ചത് ഇതിൻ്റെ കൂടെ ചേർക്കണം. അങ്ങനെ ഇത് രണ്ടും കൂടെ വീണ്ടും ഒന്നും കൂടെ ഇളക്കിയിട്ട് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് കറക്റ്റായിട്ട് നോക്കിയിട്ട് ഒന്നും കൂടെ അടച്ചു വെച്ച് ഒരു 10 മിനിറ്റും കൂടെ വേവിക്കാം. കുറച്ച് കരിവേപ്പിലയും കൂടെ നമ്മൾ അതിൻ്റെ കൂടെ നമ്മൾ ലാസ്റ്റ് ചെയ്യും, എന്നാലും അതിനിടയിൽ കുറച്ച് കരിവേപ്പിലയും കൂടെ ചേർത്തേക്കുക. ഇപ്പം നമ്മുടെ കഷ്ണങ്ങളെല്ലാം വെന്തൊരുവിധം ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ അരപ്പ് ചേർക്കുക. തേങ്ങയുടെ കൂടെ ജീരകവും പച്ചമുളകും ഒരു സ്വല്പം മഞ്ഞപ്പൊടിയും ചേർത്താണ് ഞാൻ ചേർക്കണം. മഞ്ഞപ്പൊടി ചേർക്കണമെന്ന് ഇഷ്ടമുള്ളവർ ചതച്ചാൽ മതി. എനിക്ക് മഞ്ഞപ്പൊടി ചേർത്ത് ചതക്കണമെന്ന് ഇഷ്ടം, അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത്, കുറച്ച് വെള്ളം വേണമെന്നുള്ളവർക്ക് ലേശം വെള്ളം ചേർക്കാൻ കുഴപ്പമില്ല. ഡ്രൈ ആയിട്ടുള്ള അവിയൽ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ വയ്ക്കാം. ഇനി ഇതൊരു 2-3 മിനിറ്റ് കൂടി അടച്ചൊന്ന് തേങ്ങയുടെ അതൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് വയ്ക്കും. അങ്ങനെ നമ്മുടെ അവിയൽ റെഡി ആയിട്ടുണ്ട്. നാളികേരം ചേർത്ത് അധിക സമയം വെക്കാൻ പാടില്ല, ജസ്റ്റ് ഒന്ന് ചൂടാവാനേ പാടുള്ളൂ. ഇനി നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് ഇളക്കണ്ട,
ജസ്റ്റ് ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് അടച്ചു വെച്ചിരുന്നാൽ മതി ചൂടത്ത്. അത്രയേ ഉള്ളൂ നമ്മുടെ ചക്ക അവിയൽ. ഇതിപ്പോ ഇനി ഒരു അടുപ്പും പാകം എന്ന് പറഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് ഒക്കെ ഇരിക്കുമ്പോഴേക്കും ഒന്നും കൂടി റെഡി ആവുമല്ലോ അല്ലെ? മൺചട്ടി ആയതുകൊണ്ട് കുറച്ച് സമയം ഇരിക്കും. പിന്നെ ഇത് ലൂസായിട്ട് ഉണ്ടാക്കാമോ അല്ലെങ്കിൽ ലൂസായിട്ട് ഉണ്ടാക്കാം. വെള്ളം ചേർത്ത് ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ സാധാരണ അത് മാത്രമായിട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ലൂസാക്കാം. ഇതിപ്പോ സദ്യക്ക് ഒരു സൈഡ് ഡിഷ് ആയിട്ട് വെക്കണത് കൊണ്ട് നമ്മൾ ഡ്രൈ ആയിട്ട് ഇതാണ് ഇപ്പൊ ചക്കവിയൽ ലൂസാക്കിയിട്ട് ഒഴിച്ചുകൂട്ടാൻ പോലെ അങ്ങനെ ഉണ്ടാക്കാം. വേറെ കറിയൊന്നും ഇല്ലെങ്കിൽ അങ്ങനെ നമുക്ക് ചെയ്യാം. ഇതിപ്പോ ഡ്രൈ ആയിട്ട് സദ്യക്കുള്ള ഇങ്ങനെ ഉണ്ടാക്കാറുണ്ടെന്ന് മാത്രം. അതുപോലെ ഈ ചക്കക്കുരു എന്ന് കേൾക്കുമ്പോൾ ചില ആൾക്കാർക്ക് തോന്നും ഇപ്പൊ ചക്കക്കുരു ഇടാൻ നിർബന്ധമാണോ, ചക്ക മാത്രം കൊണ്ട് ചെയ്യാൻ പറ്റില്ല? ചക്ക മാത്രം ചെയ്യാം, പക്ഷെ ഇതിന്റെ ചക്കയ്ക്ക് വിഷമാവും ചക്കക്കുരു ഇട്ടില്ലെങ്കിൽ എന്നുള്ളൊരു കഥ പണ്ട് മുത്തശ്ശി പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യണ എല്ലാവരും. ഒരു പേരിന് 2 ചക്കക്കുരു 2 ഇടും. കൂടുതൽ ചക്കക്കുരു ഇഷ്ടമുള്ളവർക്ക് അത് ഇടാം. ഒത്തിരി ചക്കക്കുരു ഇട്ടാലും അതൊരു സുഖമില്ല. കുറച്ച് ചക്കക്കുരു ചേർക്കുക. ഈ മോര ഒഴിക്കേണ്ടവർക്ക് മോര ഒഴിക്കാം, അത് വിരോധമൊന്നും ഉണ്ടായിട്ടില്ല. മാങ്ങ സീസൺ ആയതുകൊണ്ട് നമ്മൾ മാങ്ങ ഇട്ടാണ് വെക്കണേ, സാധാരണ വെക്കാറുള്ളതെന്ന് മാത്രം. മാങ്ങ കിട്ടിയില്ലെങ്കിൽ നമുക്ക് തൈരോ മോരോ ചേർത്ത് പുളിക്കാക്കാം. എങ്ങനെയായാലും ഇനി വരണ വിഷുവിന് ഇതുപോലെ പറ്റുന്നവര്, ഫ്ലാറ്റിലൊന്നും താമസിക്കുന്ന ആൾക്കാരോട് നമ്മൾ എന്തായാലും അങ്ങനെ പറയില്ല കേട്ടോ നിർബന്ധപൂർവ്വം. പക്ഷെ മാങ്ങയുടെയും ചക്കയുടെ ഒക്കെ കാലാണ്, അതാത് കാലത്ത് ഉണ്ടാവുന്ന വിഭവങ്ങൾ പരമാവധി ഉപയോഗിച്ചിട്ട് നല്ല നാടനായിട്ടുള്ള ഇതുപോലത്തെ ചക്കരിശ്ശേരിയും ചക്കവിയലും മാമ്പഴ കൂട്ടാനും അതുപോലെ കാളന് പകരം മാമ്പഴ കാളനൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എല്ലാവർക്കും നല്ലൊരു വിശ്വാസം.